പറയുന്നത് സ്കോപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ്. ഈ സ്കോപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു 3 ലെയർ ആയിട്ടാണ്. അതായത് ലാസ്റ്റ് ലെയർ ആയിട്ട് ബേസിക് ലെയർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലെയർ ഈസ് പ്രോസസ്, ആൻഡ് സെക്കൻഡ് ലെയർ ഇസ് മെത്തേഡ്സ്, ആൻഡ് തേർഡ് ലെയർ ഈസ് ടൂൾസ് എന്ന് പറയും. ഫൗണ്ടേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോസസ്സ് എന്ന് പറയും. ഫൗണ്ടേഷൻ ലെയർ ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് ഡിഫൈൻസ് ദ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റീസ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണോ ആ ആക്ടിവിറ്റീസിൻ്റെ സീക്വൻസിനെ ഡിഫൈൻ ചെയ്യുന്ന ആരാണ്? പ്രോസസ് ലെയറാണ്. അപ്പോൾ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് നമുക്കറിയാം. നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ് അല്ലേ? ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം റിക്വയർമെൻറ്റ്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഗ്യാദർ ചെയ്യണം. റിക്വയർമെൻറ്റ്സ് ഗ്യാദറിങ്. അപ്പോൾ അതിന് വേണ്ട ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണമെന്നോ ഏതൊക്കെ സോഫ്റ്റ്വെയർ വേണമെന്നോ എന്തെല്ലാം വേണമെന്നോ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഗ്യാദർ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം? ഡിസൈൻ ചെയ്യണം. പിന്നെ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇംപ്ലിമെൻറ്റ് ചെയ്ത ശേഷം നമ്മളതിനെ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ടെസ്റ്റിംഗ് ചെയ്യണം. ദെൻ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് മോഡൽസ് ഉണ്ട്. വാട്ടർഫോൾ മോഡൽ, ഇൻക്രിമെൻ്റൽ മോഡൽ, അജൈൽ മോഡൽ, സ്പൈറൽ, ഇതൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് മോഡൽസ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ആ മോഡൽസ് വെച്ച് നമുക്ക് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യാം? ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഏത് ഇതാണെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണമല്ലോ. ആ ഒരു മെത്തേഡിനെ പറയുന്ന ആ ഒരു ലെയറാണ് ഇത് പ്രോസസ് ലെയർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ലെയർ എന്ന് പറയുന്നത്. പിന്നെ മെത്തേഡ്സ് ടെക്നിക്കലി നമുക്ക് ടെക്നിക്കലി എന്തെല്ലാം ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ടെക്നിക്കലി എന്തെല്ലാം നീഡ്സ് ഉണ്ടോ അതിനെയാണ് നമ്മൾ ഇറ്റ് പ്രൊവൈഡ്സ് എ ടെക്നിക്സ് ഫോർ ഈച്ച് പ്രോസസ് ആക്ടിവിറ്റി. ഓരോ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ട ടെക്നിക്സുകൾ നമുക്ക് വേണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയാം, നമ്മുടെ ടെസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്സ്, ടെസ്റ്റിംഗ് ടെക്നിക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാം നമ്മൾ എഴുതി നമ്മുടെ യൂസറിന് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ റിസൾട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് അതിനകത്ത് വേണം. അതിനകത്ത് തന്നെ കുറേ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ വേണം. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെത്തേഡ്സ് അതൊക്കെയാണെന്ന് പറയുന്നത്. റിക്വയർമെൻറ്റ് അനാലിസിസ്, സിസ്റ്റം ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ് ടെക്നിക്സ്. അതായത് ഇറ്റ് പ്രൊവൈഡ് ടെക്നിക്സ് ഫോർ ഈച്ച് പ്രോസസ് ആക്ടിവിറ്റി. റിക്വയർമെൻറ്റ് അനാലിസിസ്, സിസ്റ്റം ഡിസൈൻ ചെയ്യാനായിട്ട്, കോഡ് ചെയ്യാൻ വേണ്ടി, ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ട ടെക്നിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ലെയറാണ് ടെക്നിക്കൽ ലെയർ എന്ന് പറയും. പിന്നെ നമുക്ക് വേണ്ടത് സപ്പോർട്ട് ലെയറാണ്. ഏറ്റവും ലാസ്റ്റ് വണ്ണാണ് ടൂൾസ് അല്ലെങ്കിൽ സപ്പോർട്ട് ലെയർ. അതായത് ഇപ്പം ഒരു പ്രോഗ്രാം പ്രൊവൈഡ്സ് ഓട്ടോമേഷൻ ഫോർ മെത്തേഡ്സ്. അതായത് ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് 1-2 ടൂൾസാണ് കമ്പൈലർ അല്ലേ, ഡീബഗർ, അതുപോലെ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ആ പ്രോഗ്രാമിനെ എന്ത് ചെയ്യാൻ പറ്റും? ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാൻ പറ്റും. ഔട്ട്പുട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാം. സപ്പോർട്ട് ലെയറും ടെക്നിക്കൽ ലെയറും പിന്നെയുള്ള ഏറ്റവും ഈ 3 ലെയറുടെ കൂടുതലും നമ്മൾ പറയുന്ന പേരാണെന്ത്? ഒരു 3 ലെയർ മോഡലാണ് ശരിക്കും പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്തും ഒരു മെയിനായിട്ടൊരു 4 ആക്ടിവിറ്റീസാണ് നടക്കുന്നത്. അതായത് സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ വാലിഡേഷൻ, ഇവല്യൂഷൻ. ഈ 4 ആക്ടിവിറ്റീസാണ് ശരിക്കും പറഞ്ഞ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത്. സോഫ്റ്റ്വെയർ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഡിഫൈൻ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കോഡിങ് വഴി അതിനെ ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് എറർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്ത ശേഷം നമ്മുടെ യൂസർ ചോദിച്ചിരിക്കുന്ന ആവശ്യത്തേക്ക് റിക്വയർമെൻറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്ത ശേഷം ഔട്ട്പുട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ സോഫ്റ്റ്വെയർ എന്ത് ചെയ്യണം? മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. ആസ് പെർ ദ ചേഞ്ചിങ് നീഡ്സ്. എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തോണം? മെയിൻറ്റെയിൻ ചെയ്തോണം. അപ്പോൾ ഇത്രയാണ് ശരിക്കും പറഞ്ഞാൽ ദർ ആർ 4 മെയിൻ ആക്ടിവിറ്റീസ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ക്വാളിറ്റി അഷ്വറൻസ്, റിസ്ക് മാനേജ്മെൻറ്റ്, കോൺഫിഗറേഷൻ മാനേജ്മെൻറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് മെത്തേഡ്സുകളിലെ ഇപ്പോൾ ഈ പറഞ്ഞ 4 ഏരിയാസിലും എന്താണ് സോഫ്റ്റ്വെയറിന്, അതായത് ഇപ്പോൾ സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മളൊരു പ്രൊജക്റ്റ് എടുത്ത് നമുക്ക് ആവശ്യമുള്ള കറക്റ്റ് ബഡ്ജറ്റ് തീർക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ പ്രൊജക്റ്റ് കറക്റ്റ് ടൈമിൽ നമുക്ക് ചേർക്കാൻ പറ്റുമോ, എന്തരം ബഡ്ജറ്റ് വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതിൻ്റെ ക്വാളിറ്റി അഷ്വർ ചെയ്യുന്ന തരത്തിലുള്ള എഞ്ചിനീയറിംഗ് ഉണ്ട്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ്, കോൺഫിഗറേഷൻ, ഇതൊക്കെ ഇത് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയറായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന മറ്റ് എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് കാര്യം കൂടിയാണിത്.